ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കിച്ചണിലേക്ക് കുറഞ്ഞ രീതിയിൽ ചെറിയൊരു പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ രീതിയിലുള്ള ഒരു മേക്ക് ഓവറും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ലൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറഞ്ഞ റേറ്റിനാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. മിക്ക എല്ലാ ഓൺലൈൻ ആപ്പിലും ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ റേറ്റിനും നമുക്ക് കൂടിയ റേറ്റിനും കുറഞ്ഞ റേറ്റിനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ കൂടെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ളതും കൂടിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്ത ശേഷം ഇത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ സൈഡിലായിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 കളറിലുള്ള ലൈറ്റ് ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് സെൻസറാണ്, പിന്നെ റീചാർജബിൾ ആണ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ മുകളിൽ കൊടുത്താൽ നമുക്ക് താഴേക്ക് നല്ലൊരു ലൈറ്റ് തെളിയും കേട്ടോ. കാണാൻ നല്ല മഞ്ചായിരിക്കും. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും കേട്ടോ. ഞാനിവിടെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും മുകളിലായിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കിച്ചണിനകത്ത് അല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത്, കബോർഡിനകത്ത്, സ്റ്റഡി ടേബിളിന് അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലെ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ലൈറ്റാണ് ആദ്യം നമ്മൾ വേണ്ടത്. നല്ല ലൈറ്റ് വേണമല്ലോ. അപ്പോൾ ആ ഒരു ലൈറ്റിനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ അടുത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് തെളിയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെയല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓണാക്കി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇത് റീചാർജബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചാർജ് വെക്കുന്നുണ്ട്. പിന്നെ ചാർജ് ഫുള്ളായി അതിലൊരു ഗ്രീൻ ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രെഡിൻ്റെ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടി അത് സ്റ്റിക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ആദ്യമൊന്നും ഞാൻ കിച്ചണിനകത്ത് ഇതുപോലെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ കിച്ചണിനകത്തൊക്കെ ചെറിയ ചെറിയ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും അതിങ്ങനെ നോക്കി നിൽക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത് ഞാൻ ഐക്യെന്നായിരുന്നു കേട്ടോ. ഐക്യെന്നുള്ള ഐറ്റംസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറഞ്ഞ റേറ്റിനും കൂടിയ റേറ്റിനും സാധനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ കുറഞ്ഞ റേറ്റിന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് കവറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ സംഭവം എന്ന്. പക്ഷെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല യൂസാണ് കേട്ടോ. സാധാരണ കവറൊക്കെ ബക്കറ്റിനകത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ തിരികെ വെക്കുന്ന സ്വഭാവമുള്ളവർക്കൊക്കെ നല്ല യൂസ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമല്ലേ, അത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതാണ് താഴേക്ക് വരുന്നത്. എന്നിട്ട് മറ്റേ ഭാഗത്ത് കൂടെയാണ് നമ്മൾ കവറെല്ലാം ഉള്ളിലേക്ക് വെക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന വരുന്നുണ്ട്. അപ്പോൾ വോളിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ കൊടുത്തിട്ട് ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കവറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഹോൾസ് ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് അവിടെ നിന്നൊരു സ്റ്റാൻഡാണ്. പാത്രങ്ങളെല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആദ്യം പാത്രങ്ങളെല്ലാം വെക്കുന്ന സ്റ്റാൻഡ് സിങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ കണ്ടിട്ടില്ല, അതായിരുന്നു കേട്ടോ. അത് നല്ല യൂസായിരുന്നു. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പാത്രങ്ങൾ കഴുകിയാൽ പിന്നെ അത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇടാം കേട്ടോ. പക്ഷെ അത് കുറേ ഉപയോഗിച്ചപ്പോൾ അതിന് തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒഴിവാക്കി. പിന്നെ അതിന് ശേഷം കുറേ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയിട്ട് എനിക്കിപ്പോൾ ഐക്യയിൽ പോയപ്പോൾ ഇതെനിക്കിഷ്ടമായി. ഇതിനധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഡ്രൈ ആക്കുന്ന ഒരു മാറ്റാണ്. ഇത് ഇതുപോലെയാണ് കേട്ടോ. ഇതിനും അധികം റേറ്റ് ഒന്നുമില്ല. ഓഫറിൽ കിടന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പാത്രങ്ങൾ കഴുകിയിട്ട് നേരിട്ട് തന്നെ നമ്മൾ റാക്കിൻ്റെ മുകളിൽ ഇടാതെ ആദ്യം ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റാക്ക് പെട്ടെന്ന് തന്നെ തുരുമ്പ് വരാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ചെറിയ റാക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സിങ്കിനകത്ത് ഇറക്കി വെച്ച് അതിനകത്തും ഞാൻ പാത്രങ്ങൾ ഡ്രൈ ആക്കാൻ വെക്കാറുണ്ട്. പിന്നെ ഇത് ആ ഒരു റാക്കിന് താഴെ വരുന്ന ട്രേ ആണ് കേട്ടോ. ഇതും സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ ഐക്യയിൽ പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം രാത്രിയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്ത്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല ഓഫറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയതായിരുന്നു. ഇത്
ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് കേട്ടോ. ഫ്രിഡ്ജിനകത്തും അല്ലാതൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിഡെല്ലാം സെപ്പറേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ലിഡൊക്കെ നല്ല ടൈറ്റും തോന്നുന്നുണ്ട്. ഒരു ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, ആ ഒരു കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് അതുപോലെയാണ്. പിന്നെ 3 നൈഫ് വരുന്നൊരു സെറ്റാണ് കേട്ടോ ഇത്. ഒരു സ്മോൾ, ഒരു മീഡിയം, ഒരു ലാർജ്, അങ്ങനെയാണ് ഈ ഒരു നൈഫ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ്, നല്ല മുറിച്ചുള്ള നൈഫാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഐക്കയിൽ കത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള കത്തികളാണ് കേട്ടോ ഐക്കയിലുള്ളത്. പിന്നെ ഈ സ്പാച്ചുല, പീലർ, അതുപോലെ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഈ ക്യാൻഡിൽസ് ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നമ്മളെ വീട്ടിനകത്തുള്ള സ്മെല്ലൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ക്യാൻഡിൽസാണ് കേട്ടോ. പിന്നെ 2 ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ബാത്റൂമിനകത്തും അതുപോലെ കിച്ചണിനകത്തും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കിച്ചണിനകത്ത് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ ബാത്റൂമിനകത്തുള്ള ഹാൻഡ് വാഷ് ലിക്വിഡൊക്കെ ഇതുപോലത്തെ ഒരു ബോട്ടിലിനകത്ത് ഇങ്ങനെ നിറച്ചിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. ഇപ്പോൾ കിച്ചണിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ഒന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഐക്കേൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓൺലൈനിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിലും അതുപോലെ UAE എല്ലായിടത്തും ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ്. പിന്നെ 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിങ് സൈസിൽ വരുന്നതാണ്. ഇതൊരു വൈറ്റ് കളറിൽ വരുന്നതാണ്, അതുപോലെ ഒരു പ്രിൻറ്റിൽ വരുന്നതും കൂടി ഉണ്ട്. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചത്. നല്ല ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. ഇതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള വരുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡൊന്ന് ഈ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. മുകളിലുള്ളത് വേറെയും താഴെ ട്രേ വേറെയും കൂടി വാങ്ങിച്ചതാണ്. ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാൻ. അപ്പോൾ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ വെക്കാതെ അത്യാവശ്യമുള്ള പ്ലേറ്റ്സ് മാത്രം, അതുപോലെ ഗ്ലാസ് അത്ര മാത്രം വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെനിക്കിഷ്ടമായി. അപ്പോൾ ഇതുപോലെ താഴെ ഇങ്ങനെ ഗ്ലാസ്സുകളും വെക്കാം, മുകളിൽ ഇങ്ങനെ പ്ലേറ്റ്സും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കാണാൻ ലുക്കുള്ളൊരു സാധനമായതുകൊണ്ട് എനിക്കിഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ മുഴുവൻ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ആ ഒരു ലൈറ്റും കൂടി വെച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, കാണാൻ സൂപ്പറല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് അറിയിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ഒരു കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ കട്ടിംഗ് ബോർഡില്ല, അത് 3 വരുന്നൊരു സെറ്റായിരുന്നു കേട്ടോ. ഒരു ഗ്രീൻ, ഒരു റെഡ്, ഒരു ബ്ലൂ, ആ ഒരു കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതല്ല, പിന്നെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടാനുള്ള ആ ഒരു വലിപ്പമേ ഉള്ളൂ, കുഞ്ഞതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ട്. കുഞ്ഞ് കട്ടിംഗ് ബോർഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 കളറിൽ, ആ റെഡ് കളറിലും ബ്ലൂ കളറിലും വരുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളറിലും കൂടിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് ഉദ്ദേശിച്ച് പോകുന്നതല്ല, പക്ഷെ നല്ല ഓഫർ കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ബാത്റൂമിനകത്ത് വെക്കാനുള്ളത് കൂടിയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ 2 കത്രിക കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കത്രികയൊക്കെ എന്നും തല്ലായിരിക്കും കേട്ടോ, അവിടെ തിരഞ്ഞ് ഞാൻ മടുക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല മുറിച്ചുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഫ്രൈ ആക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എയർ ഫ്രയറിനകത്തൊക്കെ കൈ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് 3 ഡസ്റ്റ്ബിന് വാങ്ങിച്ചിട്ടുണ്ട്. ലിഡില്ല കേട്ടോ ഇതിങ്ങനെ, പക്ഷെ നല്ല ഓഫറായിട്ടാണ് കേട്ടോ. 7 dirhams ആണ് വരുന്നുള്ളൂ. 2 കളറിൽ വരുന്നുണ്ട്, ബ്ലാക്കും ആൻഡ് വൈറ്റ്. എനിക്ക് വൈറ്റ് ഇഷ്ടമായത്, അപ്പം ഞാൻ 3 വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ.
പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ ആ ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കാറ്റലോഗും ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്താൽ മതി. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഈസി ആയിട്ട് തോന്നിയിട്ട്, പക്ഷേ ഇത് ഒരു സൈഡ് കൊടുക്കുമ്പോൾ ഒരു സൈഡ് നിൽക്കുന്നില്ല, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 4 സൈഡിലും ആദ്യം ഒന്ന് സ്ക്രൂ വെച്ച് കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെ ആയിട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇതുപോലെ ഇങ്ങനെ റാക്കിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ കുറേ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ സ്ക്രൂ എല്ലാം കൊടുത്തത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇത്ര ഹൈറ്റാണ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഈ ഐറ്റംസൊക്കെ ഒന്ന് കയറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചതിന് ശേഷം ഇങ്ങനെ അതിന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴെ ആയിട്ട് ഇങ്ങനെ വേറെ ഐറ്റംസുകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോന്ന് നോക്കിയപ്പോൾ ചിലതൊന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഹൈറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. ഓരോന്നോരോന്ന് ഇങ്ങനെ മാറി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലത് വെക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പം ഞാനിതാ ഈ ഒരു 4 ബോട്ടിൽ വെച്ചപ്പോൾ എനിക്ക് നല്ലൊരു തൃപ്തി തോന്നി കേട്ടോ. ഇതോ ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ ഇതാണ് ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻറ്റ് കൊണ്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്ത് ഞാൻ കാൻഡിൽസ് ഒന്ന് അതിന് താഴെയായിട്ട് കത്തിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വാങ്ങിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് എക്സ്ട്രാ ഒന്ന് വാങ്ങിച്ച് വെച്ചത് തന്നെ ഉള്ളൂ. ഇത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ വീട്ടിനകത്തുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം ഇത് പിടിച്ചെടുക്കും കേട്ടോ. വീട്ടിനകത്ത് ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാകുമ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലായിരിക്കും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും ഫ്രൈ ആക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ല് ഇത് പിടിച്ചെടുക്കും കേട്ടോ. ഇതിങ്ങനെ കത്തിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി. ഒരു 3 and 4 hours ഇതിങ്ങനെ കത്തിയിരുന്നോളൂ കേട്ടോ. അത് അതിനകത്ത് തന്നെ ഇങ്ങനെ കത്തിയിരുന്നോളും. അപ്പം വീട്ടിനകത്തുള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത്, കിച്ചണിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിന് അടിയിൽ വെക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ജാറ് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാം വെച്ചപ്പോൾ നമ്മുടെ കിച്ചൺ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിച്ചിട്ട് കിച്ചൺ ഒന്നും കൂടി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.